ക്രിയേറ്റീവ് ആൻഡ് അഡ്വർടൈസിംഗ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുത്തുന്ന മാറ്റങ്ങൾ, അതായത് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഈ ഒരു മാറ്റത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം? It's a good question. Today, artificial intelligence has taken the world by storm. അത്രയും ഫാസ്റ്റായിട്ടാണ് അത് അക്രോസ് ദ വേൾഡ് അത് പോകുന്നത്. And obviously, the term AI has become very familiar even among the kids. നസ്രി ചോദിച്ച ചോദ്യം ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. അതിൽ പറയണമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് it's going to revolutionize the world, especially advertising, media, creativity, and you just name the sector. Everywhere is going to change. Advertising, when it comes to advertising, അല്ലെങ്കിൽ മീഡിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ I would say it's part of that revolution അല്ലെങ്കിൽ ഇവോൾവിങ് റിലേറ്റഡ് ആയിട്ട് വരിക. കാരണം ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയപ്പോൾ ഏലിയോ ഒരു മാനുവൽ വേൾഡിൽ നിന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് എങ്ങനെയാണോ ഒരു ആർട്ട് കൺവേർട്ടായത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് ഫേസിലേക്കാണ് ഒന്ന് മാറുന്നത്. കാരണം അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ യു വിൽ ലൂസ് ദ സോൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ സെയിം തിങ് സെയിം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ഈ ഫിലിം ഫീൽഡിൽ ഷൂട്ട് ചെയ്യാതെ തന്നെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സോൾ എവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാലിറ്റി എവിടെ എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്താ? നമ്മളൊരു മേക്ക് ബിലീഫാണ്. ബിക്കോസ് നമ്മൾ ആളുകളെ വിശ്വസിപ്പിക്കും. കാരണം നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചെന്നോ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതും ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മളത് ചെയ്യാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇഫ് നോട്ട് ടേക്കൺ ദാറ്റ് ആസ് sensibly or wisely, then this AI might become detrimental and it might become mediocre as well. അതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നമ്മൾ എത്രത്തോളം ഒത്തൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം യുണീക്കായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം സിൻസിയറായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.